Hi dears, welcome back to our channel. ഇപ്പോൾ നവംബർ പകുതിയായിട്ടുണ്ട്. അടുത്ത മാസം ക്രിസ്മസ് ആണ്. അപ്പോൾ ഇനി ഒരു മാസം കൂടിയല്ലേ ഉള്ളൂ ക്രിസ്മസിന്. അപ്പോൾ നമുക്ക് കുറച്ച് റെസിപ്പീസ് ഒക്കെ നേരത്തെ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് വൈനിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ നോർമലി വൈനൊക്കെ ഒരു മാസം മുമ്പ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൈനിൻ്റെ വീഡിയോയാണ്. തയ്യാറാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് വൈനാണ് കേട്ടോ. ബീറ്റ്റൂട്ട് വൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വൈനാണ്. നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അതേസമയം ടേസ്റ്റ്, അതുപോലെ കളറ്, ഈ ഫ്രാഗ്രൻസ്, അതിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. നല്ല സൂപ്പർ വൈനാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തയ്യാറാക്കാം. പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 7 days ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല വൈൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 14 days വെക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വൈൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിലൂടെ കടക്കുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ബാക്ക് ടു ബാക്ക് ഞാൻ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ക്രിസ്മസ് സീരീസ് വീഡിയോസ്, അതായത് ക്രിസ്മസ് റെസിപ്പീസും പിന്നെ കേക്കിൻ്റെ റെസിപ്പിയും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മറക്കാതെ മിസ്സാകാതെ കാണുക. വീഡിയോസ് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക. ഇപ്പോൾ തന്നെ പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ ഉണ്ട്. ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ കൊടുക്കുകയാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി ഒട്ടും വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 4 ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തിട്ട് ആ ഒരു ജ്യൂസ് കൊണ്ടാണ് നമ്മൾ ഈ വൈൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. നോർമലി നമ്മൾ വൈനൊക്കെ തയ്യാറാക്കുമ്പോൾ സ്പൈസസ് ചേർക്കാറുണ്ട്. ഇപ്പം ഞാൻ ബീറ്റ്റൂട്ട് വേവിക്കുമ്പോൾ തന്നെയാണ് ഈ സ്പൈസസ് ചേർക്കുന്നത്. 3 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 5 ഗ്രാമ്പു, അതുപോലെ ഒരു 5 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് വെള്ളവും ഒഴിച്ചിട്ട് നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. വെള്ളത്തിൻ്റെ അളവ് എത്രയാണെന്ന് ഞാൻ പറയാം. ടോട്ടൽ നമ്മളൊരു 7 കപ്പോളം വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നോർമൽ വെള്ളം, അതായത് പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു 4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. കാരണം 4 ബീറ്റ്റൂട്ട് ഉണ്ട്. അപ്പോൾ അത് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്, അതേസമയം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുക്കറിൽ നിന്നൊക്കെ ചീറ്റി പോകാൻ ചാൻസ് ഉണ്ട്. വെള്ളമൊക്കെ പുറത്തേക്ക് ചീറ്റി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി 3 കപ്പ് വെള്ളം നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ടോട്ടൽ 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് 2 വിസിൽ, മാക്സിമം 2 വിസിൽ മതി. എന്നിട്ട് വേണമെങ്കിൽ ഒരു 2 minutes ഒന്ന് സിമ്മിലിട്ടാൽ മതി. അടുത്ത വിസിൽ വരുന്നതിന് മുമ്പേ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ്ട് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നേരെ അടുപ്പിലോട്ട് വയ്ക്കാം. ഇപ്പോൾ 2 വിസിൽ വന്ന ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് സിമ്മിലിട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് 2 minutes ഒന്ന് വെയിറ്റ് ചെയ്യാം. അടുത്ത വിസിൽ വരുന്നതിന് മുമ്പേ ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ശേഷം നമ്മളിതിന് ബാലൻസ് ഒരു 3 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഓൾറെഡി നമ്മൾ 4 കപ്പാണ് ചേർത്തിരിക്കുന്നത്. 7 കപ്പ് വെള്ളമാണ് നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി 3 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം, പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 3 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളപ്പിച്ചാറിയ നന്നായിട്ട് ആറിയ വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുള്ള ബീറ്റ്റൂട്ടിലേക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പം ആ ഒരു മൊത്തത്തിലൊന്ന് ജ്യൂസ് ഒന്ന് തണുക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ തിളപ്പിച്ചാറിയത് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ടോട്ടലെല്ലാം കൂടെ 7 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം എല്ലാ ജ്യൂസും കൂടി ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും തവിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നനവില്ലാത്തതായിരിക്കണം. അതായത് നന്നായിട്ട് ഉണങ്ങിയത് മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്നത് ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് അരിച്ചൊഴിക്കാം. അവിടെ ഇരുന്ന് തണുത്താൽ മതി. പിന്നെ ഈ 7 കപ്പ് വെള്ളം എന്ന് പറയുന്നത് ഒരു കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമല്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള 4 ബീറ്റ്റൂട്ടാണ്. അപ്പോൾ അതിന് ഒരു 7 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഓക്കെ ആയിരിക്കും. കാരണം നമ്മൾ വൈൻ ഉണ്ടാക്കുമ്പം ഒരുപാട് തിക്കായിട്ടുള്ള ജ്യൂസും പാടില്ല, അതേസമയം ഒട്ടും ഒരുപാട് വെള്ളമായിട്ടുള്ള ജ്യൂസും പാടില്ല. അപ്പോൾ അതൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ 4 വലിയ ബീറ്റ്റൂട്ടിന് 7 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബീറ്റ്റൂട്ടിനനുസരിച്ച് ആ ജ്യൂസ് ഒരുപാട് തിക്കും അല്ലാതെ ഒരുപാട് വെള്ളവും അല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ച് അതിനനുസരിച്ചുള്ള വെള്ളം എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് അരിച്ചൊഴിക്കാം. അത്യാവശ്യം ചൂടുണ്ട്. ഈ ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. വൈൻ ഇടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഗ്ലാസ് ബോട്ടിൽ അല്ലെങ്കിൽ ഭരണിയിലൊക്കെ നമുക്ക് വൈൻ ഇടാം. അപ്പോൾ ഈ ഗ്ലാസ് ബോട്ടിലേക്ക് ഈ ബീറ്റ്റൂട്ടിൻ്റെ ചണ്ടിയൊന്നും വീഴാതെ ഒന്ന് അരിച്ചൊഴിക്കാം. അതുപോലെ ഈ എടുത്തിരിക്കുന്ന ഗ്ലാസ് ബോട്ടിൽ അരിക്കുന്ന അരിപ്പ, അതുപോലെ ഇളക്കുന്ന സാധനങ്ങൾ, പാത്രങ്ങൾ ഒക്കെ തന്നെ ഒട്ടും തന്നെ നനവില്ലാതെ നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഈ ഒരു ജ്യൂസ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ബീട്രൂട്ട് ബാലൻസ് ഉള്ള ബീട്രൂട്ട് ഉണ്ടാവുമല്ലോ, അത് പിഴിഞ്ഞൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് കളയാം. അതിലൊന്നും തന്നെ ഉണ്ടാവില്ല. എല്ലാം തന്നെ നമ്മൾ ഈ കുക്കറിൽ അടിക്കുമ്പം ആ ഒരു വെള്ളത്തിലേക്ക് ജ്യൂസൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ബാക്കിയുള്ള ബീട്രൂട്ട് സ്ട്രെയിൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ കളയാം. ഇനി നമ്മൾ ഈ ബീട്രൂട്ട് ജ്യൂസിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാൻ പോവാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ബോട്ടിൽ ഫുള്ളായിട്ടൊന്നും ഒഴിക്കാൻ പാടില്ല. മാക്സിമം ഒരു 1/4 ഭാഗം വരെയൊക്കെ ഒഴിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ അത് അരഭാഗത്തോളമൊക്കെ ഉള്ളൂ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാനിതിലേക്ക് 2 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ മധുരം ഉണ്ടാവും. കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ ഷുഗർ ചേർത്ത് കൊടുത്തിട്ട് ടേസ്റ്റ് ചെയ്യുമ്പോൾ മധുരം ഉണ്ടെങ്കിൽ പോലും ചിലപ്പം വൈനായി കഴിയുമ്പോൾ അത്രയും മധുരം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് കണക്കാക്കി വേണം നമ്മൾ ഷുഗർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നന്നായിട്ട് മധുരം ഉണ്ടെങ്കിൽ മാത്രമേ വൈനായി കഴിയുമ്പം അതിൻ്റേതായിട്ടുള്ളൊരു മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ. അത് മാത്രം ശ്രദ്ധിക്കണേ. പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മരത്തിൻ്റെ തവിയാണ് എടുത്തിരിക്കുന്നത്. മരത്തിൻ്റെ തവി എടുക്കുന്നതാണ് കൂടുതലും നല്ലത്. അപ്പോൾ അങ്ങനെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നനവൊന്നും ഇല്ലാത്ത തവി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് അലക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം, ഈ ജ്യൂസ് ഇപ്പോഴും തണുത്തിട്ടൊന്നുമില്ല. നമ്മൾ ചൂടോടെയുള്ള ആ ഒരു ബീട്രൂട്ട് ജ്യൂസിലേക്കാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല, അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ പഞ്ചസാര മാത്രമേ ചൂടോടെ ചേർക്കാൻ പാടുള്ളൂ. ഇനി ചേർക്കേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഈ ജ്യൂസ് പൂർണ്ണമായിട്ട് തണുത്ത് നല്ലപോലെ നോർമൽ ആ ഒരു ലെവലിലോട്ട് എത്തിയ ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഈ ഒരു ബീട്രൂട്ട് ജ്യൂസ് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ചെറിയ കുറച്ച് പണികളുണ്ട്. ഈ വൈനിലേക്ക് നമ്മൾ മുഴുവനായിട്ടുള്ള ഗോതമ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് ചേർത്ത് കൊടുക്കുന്നത് വൈനിൻ്റെ വീര്യമൊക്കെ കൂടാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് ഗോതമ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാനൊരു വൈറ്റ് തുണിയിലേക്ക് എടുത്തിട്ടുണ്ട്. നല്ല കോട്ടൺ തുണി എടുക്കുക, വൃത്തിയുള്ള കോട്ടൺ തുണി എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കിതൊരു കിഴിയായിട്ട് കെട്ടിയെടുക്കാം. ഇങ്ങനെ കിഴി കെട്ടിയിട്ട് നമ്മൾ ഈ വൈനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഗോതമ്പ് ഇങ്ങനെ കിഴി കെട്ടിയിട്ട് ഇടണം എന്ന് നിർബന്ധമൊന്നുമില്ല. നേരിട്ട് ആ ഗോതമ്പ് വൈനിലേക്ക് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ എളുപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഴി കെട്ടിയിട്ട് ഇടുകയാണെങ്കിൽ ലാസ്റ്റ് അരിച്ചെടുക്കാൻ നേരം നമുക്ക് ഈ കിഴി എടുത്ത് മാറ്റിയാൽ മതി. പിന്നെ ഒരുപാട് വേറെ സാധനങ്ങളൊന്നും അരിച്ചു മാറ്റാൻ ഈ ബീട്രൂട്ട് കൊണ്ടുള്ള വൈനിനകത്ത് ഉണ്ടാവില്ല. പിന്നെ അടിയിലുള്ള ആ ഒരു അടിഞ്ഞു കൂടിയിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ ചെറിയ പൊടികളുണ്ടാവും, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ അനങ്ങാതെ പതുക്കെ ഇതിലേക്ക് മിക്സ് ആകാതെ നമ്മൾ അരിച്ചെടുത്താൽ മതി. ഇപ്പം നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ആ ബോട്ടിലിൽ പിടിക്കുമ്പോൾ തന്നെ ഒട്ടും തന്നെ ചൂടില്ല. ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഡ്രൈഡ് ഈസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് നല്ല തരിതരിയായിട്ടുള്ള ഈസ്റ്റ് ആയിരിക്കും. അതുപോലെ ഡ്രൈഡ് ഈസ്റ്റ് ചിലപ്പോൾ കുറച്ചുകൂടെ ചെറിയ ബോൾസ് ആയിട്ടാണ് ഉണ്ടാവുക. അതിൻ്റെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഇളക്കാനെടുത്ത അതേ തടി കൊണ്ടുള്ള തവി കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കിഴി കെട്ടി വെച്ചിരിക്കുന്ന ഗോതമ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതിലേക്ക് ഇടാനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് മൂടി കെട്ടി വെക്കണം. ഞാൻ ഈ അടപ്പ് ജസ്റ്റ് ഒന്ന് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ, ടൈറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ മുകളിലേക്ക് ഒരു കോട്ടൺ ക്ലോത്ത് 2ആയിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ചെറിയ ഒരു തുണി കഷ്ണം കൊണ്ട് തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി വയ്ക്കാം. ഇതിലേക്ക് കുറച്ചൊരു എയറൊക്കെ കിടക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഒരുപാട് ടൈറ്റായിട്ട് കെട്ടാത്തത്. മൂടി മുഴുവനായി ടൈറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് വെച്ചിട്ട് തുണി കൊണ്ട് മൂടി കെട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വൈനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ മൂടിക്കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്നാണോ ഇത് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അന്ന് തുറന്നാൽ മതി. ഞാനിത് 14 ഡേയ്സിലേക്കാണ് വെക്കുന്നത്. പിന്നെ ഈ ഒരു വൈൻ നമുക്ക് 3 ഡേയ്സ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 7 ഡേയ്സ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ 14 ഡേയ്സ് ഒക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വീര്യം കൂടും. അതും മാക്സിമം നമുക്ക് 21 ഡേയ്സ് വരെ വെക്കാൻ പറ്റും. അപ്പോൾ ഇത് മൂടിക്കെട്ടിയിട്ടുണ്ട്. ഇനി സൺലൈറ്റ് ഒന്നും അധികം അടിക്കാത്ത ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വെക്കാം. ഇന്ന് നമ്മൾ വൈൻ ഇട്ട് വെച്ചിട്ട് 14 ഡേയ്സ് ആയിട്ടുണ്ട്. ഇന്ന് നമുക്കിത് തുറന്ന് നോക്കാം. ഞാൻ അന്ന് ഇട്ടതിന് ശേഷം പിന്നെ ഇത് എടുത്തിട്ടേ ഇല്ല, തുറന്നിട്ടേ ഇല്ല. അപ്പോൾ ഇന്നാണ് 14 ഡേയ്സ് ആയിട്ട് ഇന്നാണ് ഞാനിത് തുറക്കാൻ പോകുന്നത്. വൈനൊക്കെ റെഡിയായി എന്നാണ് തോന്നുന്നത്. അപ്പം നമുക്കിത് തുറന്ന് നോക്കാം.
ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ് തുറക്കാൻ വേണ്ടിയിട്ട്. എന്തായി നമ്മുടെ വൈൻ അറിയാൻ വേണ്ടിയിട്ട് തുറന്ന് നോക്കാം. ഓ, സൂപ്പർ സ്മെല്ലാണ് കേട്ടോ, പറഞ്ഞറിയിക്കണം. അത് തുറന്ന പാടെ നമ്മൾ 14 ഡേയ്സ് എടുത്തു വെച്ചിട്ട് ഇപ്പോഴാണ് തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു സ്മെല്ലാണ്, സൂപ്പർ സ്മെല്ലാണ്. ഇനി നമുക്ക് ഈ ഗോതമ്പിൻ്റെ കിഴി ഇങ്ങ് എടുത്ത് മാറ്റാം. പിന്നെ ഇതിൽ എടുത്തു മാറ്റാനായിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബീറ്റ്റൂട്ടിൻ്റെ കുറച്ചൊരു സെഡിമെൻറ്റ്സ്, അതായത് ഈ ഒരു മട്ട് പോലെ അടിഭാഗത്തൊന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും, അത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കോട്ടൺ നല്ല നൈസായിട്ടുള്ളൊരു തുണി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ കൊച്ചാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്, മോനാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുകയാണ്. വൈൻ നല്ല ക്ലിയറായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബീറ്റ്റൂട്ട് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാകാനേ പറ്റില്ല. കാരണം ബീറ്റ്റൂട്ടിൻ്റെ സ്മെല്ലോ ഒന്നുമല്ല, നമുക്കിതിൽ തിരിയുകയില്ല ബീറ്റ്റൂട്ട് ആണെന്നുള്ളത്. പിന്നെ കണ്ടോ, അരിച്ച് കഴിഞ്ഞിട്ടും അതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല, ജസ്റ്റ് ഒന്ന് അരിച്ചു എന്നുള്ളൂ. പിന്നെ അടിഭാഗം, ആ കുപ്പിയുടെ അടിഭാഗത്തുള്ളത് ഞാൻ ഒഴിച്ചിട്ടില്ല, ആ ഒരു മട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാനങ്ങ് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വൈനൊക്കെ നമ്മൾ എപ്പോഴും ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ നല്ല ഒരു വൃത്തിയുള്ള ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തതാണ്, ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത ബോട്ടിലാണ്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വൈൻ പുറത്തൊന്നും പോകാതെ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രപ്പണിയാണ് ഇത്. മമ്മി ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എണ്ണയൊക്കെ ബോട്ടിലിൽ ഒഴിക്കാൻ നേരം ഇങ്ങനെ ഒരു പ്ലാവിൽ വെച്ചിട്ട് ഒഴിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഞാനും ഒന്ന് ഒഴിച്ച് നോക്കുകയാണ്. അപ്പോൾ കയ്യിൽ ഫണലൊന്നും ഇല്ല, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വെച്ച് ഒഴിക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്ലാവിൽ ഒന്നിങ്ങനെ ഇറക്കി വെച്ചിട്ട് അതിനുള്ളിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ പുറത്തൊന്നും പോകാതെ കൃത്യമായിട്ട് ബോട്ടിലേക്ക് നമുക്ക് ഒഴിക്കാൻ പറ്റും. അപ്പം വൈൻ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ബീറ്റ്റൂട്ട് വൈൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ബീറ്റ്റൂട്ട് വൈനിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ സെൽസിനെയൊക്കെ ഡാമേജ് ആകാതെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ സ്കിന്നിന് നല്ല കളർ കിട്ടാനും അതുപോലെ തന്നെ സൗന്ദര്യം വർദ്ധിക്കാനും ഒക്കെ ഈ ഒരു ബീറ്റ്റൂട്ട് വൈൻ കഴിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ കൂടാതെ ബീറ്റ്റൂട്ട് വൈൻ കഴിക്കുന്നതുകൊണ്ട് വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റ്റൂട്ടിൽ ഒരുപാട് വൈറ്റമിൻ സി ഉണ്ട്. മാത്രമല്ല ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ക്യാൻസറും ഒക്കെ വരാതെ ഒരു പരിധി വരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു പവറും കൂടെ ഈ ബീറ്റ്റൂട്ട് വൈനിനുണ്ട്. നമുക്കിനി വൈനൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നോക്കാം. നല്ല കളറാണ് കേട്ടോ, അതായത് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫ്രാഗ്രൻസ്, അതായത് ഒരു സ്മെല്ലെന്ന് പറയുന്നത് സൂപ്പർ സ്മെല്ലാണ്. ആ സ്മെല്ലും ആ ഒരു കളറുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ടേസ്റ്റിന് ഒട്ടും കുറവൊന്നുമില്ല കേട്ടോ. അതായത് ബീറ്റ്റൂട്ട് ആണെന്ന് കണ്ടുപിടിക്കാനേ പറ്റില്ല. ബീറ്റ്റൂട്ട് കൊണ്ടുള്ള വൈനാണെന്ന് പറഞ്ഞാൽ പോലും ആർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൈനാണ്. 4 ബീറ്റ്റൂട്ട് കൊണ്ടാണ് നമ്മൾ വൈൻ ഉണ്ടാക്കിയത്. അതിൽ നിന്ന് നമുക്കൊരു 2 ലിറ്ററോളം വൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബോട്ടിൽ ഞാൻ ഒഴിച്ചു, ബാക്കി ഇതേ പാത്രത്തിലാണുള്ളത്, അരിച്ചു വെച്ചിരിക്കുകയാണ്. ബോട്ടിലോട്ട് ഒഴിക്കണം. പിന്നെ നമ്മൾ വൈൻ ഇട്ട് വെച്ച ആ ഒരു ഗ്ലാസ് ബോട്ടിലിൻ്റെ അടിയിൽ കുറച്ചൊരു മട്ടുണ്ട്, അത് ഒട്ടും വീഴാതെയാണ് ഞാൻ അരിച്ചെടുത്തത്. ആ താഴെയുള്ള ഭാഗം നമ്മൾ ഒഴിക്കുന്നില്ല കേട്ടോ. അത് ഇപ്പം നമ്മൾ പാത്രത്തിലോ ബോട്ടിലോ ആക്കി വെച്ചാൽ പോലും ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പം ആ ബോട്ടിലിൻ്റെ അടിയിലും ചിലപ്പോൾ കുറച്ച് മട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അറിയില്ല, വെച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വേറൊരു ബോട്ടിലേക്ക് അരിച്ചു മാറ്റിയാൽ മതി. അപ്പോൾ ഇത്തവണ ക്രിസ്മസിന് എല്ലാവരും വീട്ടിൽ ബീറ്റ്റൂട്ട് വൈൻ ഉണ്ടാക്കി നോക്കണേ. ബീറ്റ്റൂട്ടൊക്കെ കിട്ടാൻ നമുക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ചിലപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.